ഹലോ ഗായ്സ്, അപ്പം നമ്മൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ 100K ആയിട്ടുള്ള ഫസ്റ്റത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ 100K ആയത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു പറഞ്ഞാണ് എല്ലാവർക്കും താങ്ക് യു. അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്താ? TK കോളനി വ്ളോഗാണ്. അപ്പോൾ ചെക്കന്മാർക്കൊക്കെ പൂതി കുളിക്കാൻ പോകണമെന്ന്. അപ്പോൾ നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് അർബാബില്ലാത്ത അർബാബിൻ്റെ വീട്ടിലാണ്. അർബാബില്ലാത്ത വീട്ടില്. അങ്ങനെ അർബാബില്ലാത്ത അർബാബിൻ്റെ വീട് എങ്ങനെയുണ്ട്? ഒരു കഞ്ഞിക്കുപ്പില്ലാത്തവരെ. ഓ യെസ്. എന്താണ് എന്താ പറയാ, പെരിയിലിരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് സുഖല്ല, ഇവിടെ ഇരുന്നിട്ട് സുഖല്ല. ഇല്ല, ഞാനൊക്കെ 6 മണിക്ക് ഉറങ്ങി ആ റൂമ് കിടന്നിട്ട്. ഉറക്കം വരണ്ടേ? അർബാബില്ലാത്തോണ്ട് ഉറക്കം വരുന്നില്ല. ഓരോ ശീലിപ്പ് നമ്മളെ ശീലാക്കി തന്നെ അർബാബ് അങ്ങോട്ട് പോയി. അപ്പോ പോണവരോട് പറയാനുള്ളത്, വെക്കേഷനാണ്. കുട്ടികൾ പല രീതിയിലുള്ള അപകടങ്ങൾ. കുട്ടികളെ ശ്രദ്ധിക്കും. ഞാൻ മേൽനോട്ടം വഹിക്കും. പടക്കൊപ്പുള്ളതുകൊണ്ട് എനിക്ക് മേൽനോട്ടം ആകെ പേടിച്ച് ആദ്യം പ്രോത്സാഹിപ്പിക്കും ഞാൻ. അപ്പൊ വെള്ളത്തിൽ നല്ല ശ്രദ്ധിക്കണം. പാറുള്ള സ്ഥലമാണ്. തല ഇങ്ങനെ ഈ കുത്തിമറിച്ചിലൊന്നും വേണ്ട. താഴെന്നുള്ള ചാട്ടം മതി. മേലിന് ചാടം. ഇവരൊക്കെ വീഡിയോ ഇടഞ്ഞു കഴിഞ്ഞിട്ട് മേലിന് ചാടം ശ്രദ്ധിക്കാം കേട്ടോ. എന്താ പറയാ, കല്ല് ഇങ്ങനെ ഒഴുകി വന്ന് കാണും പല സ്ഥലത്തും. ഇജ്ജു ചാടിയിട്ട് എല്ലാരന്മാർക്കും ആകെ കണക്കാക്കിയ കുട്ടികളാണ്. അതൊന്നും പോകരുത്. നല്ല വൃത്തിയിൽ നിങ്ങൾ കുളിച്ച് കണക്കപ്പെടാത്താണ്. അതൊക്കെ കണക്കുണ്ടായിട്ട് അമ്മ കാട്ടുമല്ലേ. അമ്മന്റെ കുപ്പിപ്പാല് കുടിച്ചണ കുട്ടിയാണ്. എന്റെ അമ്മാന്റെ കുപ്പിപ്പാല് കുടിച്ചണ കുട്ടിയാണ്. അപ്പൊ ജിമ്മി നമ്മളും പോരുന്നില്ല. ജിമ്മി എങ്ങോട്ട് പോണേ? വർക്ക് ഉണ്ട്. അപ്പൊ ജിമ്മിൽ പോവാണ്. അപ്പൊ ഞാന് സൗദ് അഫി റിനാന പോണിട്ടോ. അപ്പൊ നമ്മളെ വ്ളോഗ് കാണാൻ എല്ലാരും നമുക്ക് ചെക്കന്മാരൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കണം. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വല്ലത് കൊടുക്കാം. അപ്പം എല്ലാവരും പോയി നമ്മളെ ചെക്കന്മാരെ സപ്പോർട്ട് ചെയ്യട്ടോ. നമുക്ക് തന്ന സപ്പോർട്ടൊക്കെ നമ്മളെ ചെക്കന്മാർക്ക് കൊടുക്കാം അല്ലേ? എത്രയായി ഇപ്പോ? 34. ഫസ്റ്റ് വ്ളോഗ് 34. അനക്ക് എത്രയായി? റിനാനോ? അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ. ഞാനും അടിയിൽ കൊടുക്കാം. മര്യാദക്ക് ഇവിടെ കിടക്കണ വണ്ടിയേനി, ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയേനി. അതിൽ പറഞ്ഞ് ആക്സിലറേറ്റർ കേബിൾ കുറച്ച് റൈസ് ആണ്ട് പറഞ്ഞിട്ട് റിനാന ഒരു ദിവസം വണ്ടി ഉണ്ടായി. എന്നിട്ട് ആക്സിലറേറ്റർ കേബിൾ മാറ്റിയിട്ട് അത് നല്ലതല്ല ഇട്ടാറുണ്ട്, ഇത് മുറുക്കിക്കൊണ്ടെന്ന്. അതിൽ ഏതോ ഒരു സെൻസർ കട്ടായി. ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ആവില്ല. അത് കഴിഞ്ഞപ്പോ സെൽഫും പോയി. തള്ളി തന്നാണി 19 18 40 42 ചെങ്ങായി നല്ല എന്തറിനാനെ ഇത് പോയിട്ട് വാട്ടോ. നിമിഷ പോയിട്ട് വാട്ടോ. അപ്പൊ നമ്മക്ക് പോവല്ലേ? നമ്മളെങ്ങനെ പോവാ? കിട്ടും വാങ്ങല്ലേ നമുക്ക്? അറിയില്ല. 25 റുപ്യന്റെ ഒരു സാധനമാണ് പയമ്പരി വരെ. അടിപൊളിയാ. മറ്റേ നേന്ത്രപ്പഴം ഉള്ളിലോ? അല്ല, നേന്ത്രപ്പഴം. അതേമാതിരി ഇതുണ്ടാവില്ലേ, ഈ അവലൊക്കെ ഉണ്ടാവില്ലേ, അവല്. അതേമാതിരി ചക്കര തേനൊക്കെ ഇട്ടാണ്ട് അങ്ങനെ കറക്റ്റ് അറിയില്ല. പക്ഷെ നമ്മള് കഴിക്കലുണ്ട്. 25 റുപ്യന്റെ സാധനമാണ്. അതറിയാം. പ്രൈസ് 25 റുപ്യ. റിയാനെന്താ പോന്നപ്പോ നമ്മളോട് പറഞ്ഞ എന്താ വെച്ചാല്, നിങ്ങൾ വന്നോളി, നിങ്ങൾക്ക് ഇനി സന്തോഷം കിട്ടില്ല, ഇനി നോക്കിക്കോളി, ഞാൻ നിന്നേരാന്ന് പറഞ്ഞു. എല്ലാ വീഡിയോയിലും നമ്മളെ ഏറലാണ്. നമ്മള് മുൻകാട്ടിലെടുത്ത് പറഞ്ഞു കൊണ്ടാണ്. നമ്മളൊന്നും പറയലില്ല. നമ്മള് നിങ്ങളെ വരുമ്പോ ആ വൈബിട്ടും. അതെ, നമ്മള് വേറൊന്നും പറയില്ലല്ലോ. നിങ്ങൾ എത്ര നമ്മൾ എന്ത് അത് രസാണ്. ചെറുക്കന്മാരോട് നമ്മളോട് കൂടുക. അങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. ഓഫായടാ. മറ്റേ ഈ കുട്ടികളെമാരി 1 2 153. ഇതെന്താ മറ്റേ
എന്തോ പറഞ്ഞതാ ടാപ്പ് അല്ലേ ചോദിച്ചു അവിടെ പോയി ടാപ്പ് വിളിക്കണോരോട് എനിക്ക് എന്താ പറയുള്ളേ? പറയാൻ കൊറേ ഉണ്ട് നമുക്ക്. അത് പറഞ്ഞോടെ വിളിക്കണോലുണ്ടാവുമല്ലോ. അത് ശരിക്കും എല്ലാരും പാടെ എനിക്കിട്ട് താങ്ങിയതാണ്. അങ്ങനെ ശരിക്കും നടന്നിട്ടില്ല. അത് എല്ലാരും പാടെ അന്ന് എല്ലാരും പാടെ കൂടി ഇന്നതാക്കി ഇങ്ങടെ എന്റെ മേത്തേക്ക് എല്ലാരും ഇട്ട് എന്തട്ടെ ഒരാളൊപ്പം 4 ആളൊപ്പം ഇതാക്കി ആരാലും വിശ്വസിക്കും. അതാണ് സംഭവം സത്യത്തിൽ ഉണ്ടായത്. അത്ര തന്നെ. അതിന് നിങ്ങള് ശരിക്കും അങ്ങനെ ചെയ്ത് ശരിക്കും മെസ്സേജ് ഒക്കെ അയച്ചു ചോദിക്കാറുണ്ട്. അപ്പൊ പറയല്ലത് ഗസ് കമന്റ് ചെയ്യാ എന്താണ് സത്യം നിങ്ങൾക്ക് തോന്നുന്നത് പറയാം. അതിന്റെ റീപ്ലൈ തരുന്നേ കാരണം ഞാനും ചെയ്തിരുന്നു. ഇതില് കമന്റ് ചെയ്താൽ ഇതിനും സൗദി റിപ്ലൈ എന്താണ് സത്യം സത്യം എന്താണ് റിപ്ലൈ വൈകുന്നേരം കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക് നിർത്തിയാണ്. പയമ്പൊരി മോരിച്ചോടി ഒരു ബന്ധമില്ലാത്ത സാധനം. എങ്ങനെ ഉള്ളിവട എങ്ങനെയുണ്ട്? ആ പരിപ്പോട എങ്ങനെയുണ്ട്? ഉള്ളി കഴിച്ചിട്ട് പാർട്ടിനോട് എത്ര റേറ്റിംഗ് എത്ര കൊടുക്കും? 10 ഇതെത്ര റേറ്റിംഗ് കൊടുക്കും? 1 ഒന്നെന്താ പോകാൻ കാരണം? ഉള്ളി കൂടിയോ? തണുത്തു അതുകൊണ്ട് 9. അപ്പൊ നമ്മള് സ്പോട്ടിലെത്തിട്ടോ. സ്പോട്ടിലെത്തി. മറ്റേടാ എടാ മറ്റേ അണ്ണന്റെ പേരെന്തേന് കൊടൈക്കനാലത്തെ? പൂണ്ടിരാജൻ. ഇതെന്താ പോവാൻ പറ്റില്ല? റിനാൻ ഇങ്ങോട്ട് കൊറേ വട്ടം വന്നിക്കണ്. അടിപൊളി സ്ഥലന്നൊക്കെ പറഞ്ഞു കണ്ടാണ് കേട്ടോ നമ്മളെ കൊണ്ടുവരണേ. 4 സമയം 4 മണി കിടക്കുമ്പോൾ റിനാൻ ഏറ്റുവാങ്ങിയത് 4 5 റിനാനെ കാട്ടുപോയി. റിനാനാ ഓൻ്റെ പൊലി പോയി ആദ്യത്തെ വേണ്ടി. അതിനാവൂല വെള്ളമില്ലെങ്കിൽ വേഗം ഇതാക്കാനും വേണ്ടിട്ട് ഇതാക്കാനൊക്കെ ആൾക്കാരുണ്ടാവും നല്ല ഓണം. ഇന്ത്യ ഇപ്പൊ എല്ലാരും എന്നോട് ചോദിച്ചിന് പെരുന്നാക്ക് എന്താ വ്ളോഗ് ഇടാന്. ശരിക്കും പറഞ്ഞാല് പെരുന്നാക്ക് അങ്ങോട്ട് പള്ളി പോയി എന്നിട്ട് നേരെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ വ്ളോഗും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ടാ ഇനി. അപ്പോൾ എന്തായാലും വീട്ടിലത്തെ വ്ളോഗ് ഞാൻ ഒരു ദിവസം ഇടുന്നതാണ് ഇൻഷാ അല്ലാഹ്. എന്താ മുത്ത? അപ്പൊ ഇതാണ് അപ്പൊ അഫി വീണിട്ടോ. റീനാനേ അവിടെ പോയിട്ട് ഇതാട്ട സ്ഥലം എന്ന് പറയണ ഫസ്റ്റ് പോയി നിന്നിക്കണേ. അപ്പൊ നമുക്ക് പോയി നോക്കാം. അഫി വീണ് ഞാരൊക്കെ വീഴുന്ന് കണ്ടറിയാം. അഫി സ്ഥലം ഓ അടിപൊളിട്ടോ. നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടില്ലേ? എല്ലാരും വന്നിട്ടില്ലേ? ഞാൻ ഫസ്റ്റ് കേട്ടോ ഇങ്ങോട്ട്. അത് ഇറങ്ങാത്ത നീന്താറിയില്ലേ? ഇറങ്ങണം ഇറങ്ങണം ഇറക്കണം. ഇതിന്റെ നെഞ്ഞൊക്കെ കാലിന് ഇറങ്ങാണ് പോയി. നമ്മക്ക് എന്തായാലും ഇറങ്ങി നോക്കട്ടോ. അതാ ഇയാളെന്താ കാട്ടറേ മേ ചാടേ. ആ ഞങ്ങള് കൂറ്റാൻ ഓ പൊളി മൂടായി കാക്ക ചാടി. അപ്പൊ നമുക്ക് എന്തായാലും പോയി ചാടി വെക്കാം. ഇജ്ജ് വീഡിയോ എടുത്തല്ലേ?
എന്നിട്ടോ ഗായ്സ് നമ്മള് ചാടാൻ പോകട്ടോ ഓരോരുത്തർ ചാടി കേറിക്കോട്ടെ പേടില്ലേ കൊളല്ലേ സൗദക്കാര് ആ ആ അടുത്ത ആള് അപ്പിയെ ചാടേ മേ 30 സെക്കൻഡ് നിക്കുള്ളൂ. നോക്കട്ടെ, എനിക്കറിയില്ല, കറക്റ്റ് അറിയില്ല. റീന പറഞ്ഞു 30 സെക്കൻഡ് നിക്കുന്നു കേട്ടോ. എന്നാ മുങ്ങിക്കോ. റെഡി? എണ്ണ കേട്ടോ, ചതിച്ചെടുത്തിട്ടോ. അല്ല ഓരോരുത്തർ എണ്ണ ചടപ്പിച്ചെടുത്ത്. ചടപ്പിച്ചൂല. റെഡി? 1 2 മുക്കെടുത്തിട്ടോ. ഇല്ല. റെഡി? 1 2 3 1 2 അല്ല ഇതില് കറക്റ്റ് ഉണ്ട് 30 സെക്കൻഡ് തുടങ്ങിക്കണേ 6 7 8 9 എന്തായില്ല പോയി 9 സെക്കൻഡ് അതല്ല. കയറിരുന്ന് കുറച്ചു തരാം. അതല്ല, ഇതല്ല. സൗദ് ഞാൻ പൊന്നില്ല. എന്നാലും ഒരു ഏകദേശം പറയും. ഇങ്ങോട്ട് പോരെ. ഞാൻ അവിടെ ഇങ്ങനെ കടന്നോണ്ട്. സൗദ എത്ര വെക്കും? 45 ആയിക്കോട്ടെ. ഓ 45 ഞാൻ മുങ്ങിക്കോ. പിന്നെ മുങ്ങിക്കോ. 1 2 3 4 5 6 7 8 9 10 11 12 13 48 ആയടാ. വാ ഇങ്ങോട്ട് അപ്പൊ അടുത്തത് അടിക്കൂടെ കണ്ട കുന്തിന് വെപ്പില്ല. അടി പോയ പാറത്തെ ഒന്നുമില്ല. അപ്പൊ എത്ര ഇറക്കും? എന്നാലും ആയിക്കോട്ടെ. കണ്ടോ ചിലവര് 45 30 വലിയ കണക്കാളാ. നോക്കിക്കോ. 1 2 3 4 5 6 7 8 9 10 11 12 അതിനെ പിടിച്ചോട്ടോ, അതിനെ പിടിച്ചാ 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 ഇതെന്ത് മുങ്ങല ഫുള്ളും 34 35 36 37 38 39 40 അതിനോ എങ്ങനെ പിന്നെ ഞാനോ സലിമോൻ 3 2 ഞാൻ എത്ര വരെ നിക്കണം? എത്ര വരെ നിൽക്കും? അത്ര നിക്കില്ല, ഒരു 10 15. അത് സെലുവിന്റെ സിംപ്ലിസിറ്റി. 3 2 1 ഗോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 അതിനെട്ടോ മുപ്പത്തിരണ്ട് 35 36 37 39 40 41 42 43 അടുത്ത സ്ഥിതിട്ടോ. ജിതിൻ ശ്വാസം മുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അല്ലേ ശ്വാസം മുട്ടുണ്ടെങ്കിലേ ഫോണാ പോണേ.
ആ അടുത്ത സിദ്ധിനാട്ടോ നമുക്കൊരു ശ്വാസം വേണം ശ്വാസം എടുത്താണ് ചാൻസ് ഇല്ല മിണ്ടല് സിദ്ധിന് ആയിക്കോട്ടെ അതിനെന്തെങ്ങായി എന്നിട്ടോ ആ ഞാനേ ശ്വാസം വിട്ടേക്കാണ് പിടിച്ചിക്കാൻ വേണ്ടി. സിദ്ധിന് ചെറിയ സ്ഥലത്താട്ടോ എണ്ണിക്കൊള്ളിട്ടോ 2 3 ഔ 7 ശ്വാസം വിട്ടേക്കാണ്. 3 2 1 ഗോ പിടിച്ചു കിട്ടോ വിടല്ലേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഒന്ന് ശവോ 16 17 ഒന്ന് നോക്കാം ഒന്ന് നോക്കിയാ മരിച്ചു ഇല്ല കേട്ടോ നിനക്ക് കാട്ടി കുത്തിരക്ക്. 4 കേക്കുണ്ടേ ചെവി പുറത്താണേ 28 29 30 31 31 അപ്പൊ ഏറ്റവും കുറഞ്ഞത് റിനാൻ കേട്ടോ ഏറ്റവും കുറവ് ഇത് ആയിക്കോട്ടെ ഞാൻ ശ്വാസം വിട്ടേക്കാണ് നടന്നത്. പിടിച്ചിക്കട്ടെ ഇതൊന്ന് പോയിക്കവിടുന്ന് ഇത് ആ ശ്വാസം പിടിച്ചിക്കട്ടെ. ആയിക്കോട്ടെ ഇവിടെ ആക്കാം. ശ്വാസം പിടിച്ചിട്ട് എത്ര നേരം നിൽക്കും അതെന്തായാലും 30 കണ്ടോ. ആയിക്കോട്ടെ നോക്കി നോക്കാം നിക്ക് 3 2 1 ഗോ നിക്ക് 1 2 3 4 ആരപ്പുറത്ത് 6 7 8 9 10 13 14 15 16 17 18 19 20 19 20 21 22 23 24 25 26 27 എന്റെ മോനെ 29 30 എണ്ണുണ്ടല്ലേ ആരയിച്ച് ജയിച്ച സൽമാനെ സെക്കൻഡ് എനിക്ക് തേർഡ് സൗദി ഇത് ലാസ്റ്റ് ഇത് കിട്ടി ലാസ്റ്റ് ആരടാ നീന്തൽ മത്സരം സൽമാനും സിദിനും. മഴ പെയ്തിട്ടോ നമ്മളത് കുളിച്ചൊന്ന് സെറ്റായി വരുന്നു അല്ലേ അതാ അവിടെ വീണ് എടാ ഒരു സൗണ്ട് ആയിട്ടേ തിരിഞ്ഞു നോക്കിയപ്പോ പോരി എന്താ രസം നമ്മളൊന്ന് കുളിച്ച് സെറ്റായി വരേന് അപ്പോത്തിന് മഴ പെയ്ത് രണ്ടാൾക്കാര് വീണിട്ടോ വീടാ വീണ്ടില്ല വൈകിട്ടുള്ളൂ ഓ സീനാണല്ലോ വച്ചു ഈ പാറ നോക്കണം കേട്ടോ ആ അവിടെ ഫുള്ള് വഹിക്കല അപ്പൊ നമ്മക്ക് പോയി നോക്കാം ഫോണ് പിടിച്ച് നടന്നാല് ചിലപ്പോ മോതി കുത്തി അങ്ങോട്ട് വീഴും അയ്യോ എന്താ രസം നമ്മളവിടെ നിന്ന് ഇറങ്ങി എങ്ങനെ ഉണ്ടായിനെ നമ്മളെന്താ വെച്ചാ ഇറങ്ങി ഒന്ന് സെറ്റ് ആയ പൂത്തിന് മഴ പെയ്ത് വല്ലിപ്പ പൊരി മഴ വരുന്നുണ്ട് അവിടുന്ന് വെള്ളം ചാടും ഫുള്ള് വല്ലിപ്പ ഫുള്ള് എന്താണ് വല്ലിപ്പ ബോഡിയുള്ള വല്ലിപ്പ 6 പാക്കുള്ള വല്ലിപ്പ അപ്പൊ നമ്മളിഞ്ഞി പോണ വൈക്ക് ചായ കുടിക്കാൻ നിർത്തും ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകും കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകട്ടോ യെസ് ഇന്ന് സൗദ് ഉണ്ട് നമ്മളെ വീട്ടിക്ക് ഗസ്റ്റ് ആണെന്ന് ആരല്ല വേറെ ആരല്ലേ റിനാണ്ടോ വേണ്ട കൊണ്ടോലടി സിദ്ധി ഉണ്ടോ എന്റെ കുട്ടി ഉണ്ടോ ഉണ്ട് ഇജ പറഞ്ഞേ എന്നാ മൈക്കുന്ന വര സൽമാനെ ബാക്കി റിനാനൊരു ഫീൽ ഗുഡ് പാട്ട് ക്ലാസ് വെക്ക് അപ്പണ്ണ പാർത്തിയെ അപ്പത്തി ക്ലാസ് വെക്ക്
ഏയ് ക്യാമറ പിടിച്ചല്ലടാ അപ്പണ്ണ പാർത്തിയെ അപ്പത്തി തേൻ തേൻ തോ അപ്പാർത്തിയ അപ്പത്തി തേൻ തേൻ തൂ മതി. പോയി വന്നിട്ടോ എങ്ങനെയുണ്ടായിനി ചതിച്ചു മഴ ചതിച്ചു ഇവിടെ വന്നപ്പോ മഴ ഇല്ല ഒന്നുമില്ല അതന്നെ ഒന്നുമില്ല. അപ്പൊ നമ്മളെ ഈ എള്ളിയ ചെറിയ വ്ലോഗ് കണ്ട എല്ലാവർക്കും നന്ദി. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്കൊക്കെ വെക്കേഷൻ അല്ലേ, അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ നമ്മള് പല വ്ലോഗുമായിട്ട് വരുന്നതാണ്. എന്നാ അടുത്ത വ്ലോഗ് ഇടാ? കൺഫ്യൂഷൻ ആണ്. സൗദരി വ്ലോഗ് ഇട്ടിട്ടുണ്ടോ, അത് പോയി കാണാ. റിനാനും വ്ലോഗ് ഇട്ടിട്ടുണ്ട്, അപ്പൊ അതും പോയി കാണാം. നിങ്ങൾ എന്താ വ്ലോഗ് ഇടണം മൊല്ലിരട്ടി? എന്താ വ്ലോഗ് ഇടൂലേ? ഫാൻസ് വെയിറ്റിംഗ് ആണ്, ഫാൻസ് വെയിറ്റിംഗ് ആണ്. ഈ കമന്റ് ഇടാ, വെയിറ്റിംഗ് ആണോ അല്ലേന്ന് കമന്റ് ഇടാ. അപ്പൊ നമുക്ക് 3 ഗസ്റ്റുകളുണ്ട് കേട്ടോ. നിങ്ങളെ പേരെന്താ? റഹീല്. നിങ്ങളതോ? എവിടുന്ന് വരുന്നേ? മങ്കടന്ന്. ഓ പെരുന്തമണ്ണ നമ്മളെ നാടിന്റെ അടുത്താട്ടോ. അഫിനെ കാണാന് വന്നാലേ ആരല്ല ഓലൊക്കെ കാണാൻ വേണ്ടിട്ട് വന്നാണ്. എപ്പൊ വന്നങ്ങള്? 3:30 വയ്യേറി നിങ്ങൾക്ക് ചോദിച്ചു വന്നില്ലേ? ചെറുക്കന്മാര് ചോദിച്ചു വന്ന്. അപ്പൊ എന്തായാലും ആഫി ഡ്രസ്സ് മാറാൻ പോയിക്കാണ്. ആഫി മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. അനാന് അവിടെയാണ്, പിന്നെ ഈച്ചോ അവിടെയാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.